ഇതൊക്കെ കെട്ടിപ്പെറുക്കി ഇപ്പോൾ എങ്ങോട്ടാന്ന് വിചാരിക്കും. വേറെ ഒന്നുമല്ല, നമ്മളുടെ 3 വർഷത്തെ ഡിഗ്രി ജീവിതം ഇവിടെ അവസാനിച്ചു. സോ മേലെ നിന്നുള്ള ഓർഡർ ഉണ്ട്. നമ്മൾ അവിടെ ഹോസ്റ്റലിൽ ജീവിച്ചെന്നുള്ള യാതൊരു തെളിവും അവിടെ അവശേഷിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റൂം മൊത്തം കാലിയാക്കിയ. അപ്പോൾ കുറച്ച് സാധനമൊക്കെ ഇവിടെ തന്നെ വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിച്ചതും പഠിക്കാത്തതുമായ എല്ലാ ബുക്കുകളും ഇവിടെ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പൈസ നമ്മൾ വിചാരിച്ചാലും കൂടുതൽ കിട്ടി. 3 വർഷം അധ്വാനിച്ച പൈസയല്ലേ, ഭയങ്കര അഭിമാനമുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു അധ്വാനിച്ച പൈസ കയ്യിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊരു ഹോസ്റ്റലേഴ്സിനും കയ്യിൽ പൈസ കിട്ടി ആദ്യം ഓർമ്മ വരുന്നത് ഫുഡ്. ഇത് കുറേ മുന്നേ ഉള്ള വീഡിയോ, അപ്പം ഒരു നോമ്പിൻ്റെ ഒക്കെ ടൈമിലുള്ള വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നോമ്പ് തുറ ഈ ഒരു രീതിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ വത്തക്കൊക്കെ മുറിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയാം. ഇനിയിപ്പം ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. അത് ഈ ഒരു പ്ലേസിൽ വെച്ചിട്ട് നമ്മളെ ഒരുമിച്ചുള്ള ലാസ്റ്റത്തെ ഫുഡേനു. അപ്പം നമ്മളെ റൂമിൽ തന്നെ കഴിക്കണം എന്ന് നിർബന്ധം. അപ്പം നമ്മൾ റൂമിലേക്കാണെങ്കിൽ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ റൂമിലൊക്കെ എത്തി നമ്മൾ പിന്നെ ഫുഡ് കിട്ടിയാൽ പിന്നെ ഏത് ദിവസമായാലും കുഴപ്പമില്ല. പിന്നെ സൈലൻ്റ് ആ റൂമിൽ ഫുഡ് കഴിച്ച് കഴിയുന്നവരെ സൈലൻ്റ് ആയിരിക്കും. അത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് തീർക്കണം. ബാക്കിയുള്ളത് പിന്നെ ഓരോ സമയം റീൽസൊക്കെ കണ്ട് റെസ്റ്റ് എടുത്തൊക്കെ തീർക്കുക. അത് കഴിഞ്ഞ് താഴെ മെസ്സിൽ വന്ന് ഒരു 2-3 മണിക്കൂർ പിന്നെ ഫുള്ള് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ കിടക്കാൻ പോയി. അത്രയൊക്കെ ഉള്ളൂ. ബായ്.